ലച്ചുട്ടിക്ക് ഡേ ഓഫാണ്. അപ്പോൾ ലച്ചുട്ടി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കാണ്. ഞങ്ങളൊരു 8 മണിയൊക്കെ ആയിട്ട് പയ്യെ എണീറ്റ് ഞങ്ങൾ രാവിലെ തന്നെ അപ്പത്തിനുള്ള മാവ് അവൾ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം പുളിച്ചുണ്ട്, അപ്പവും മുട്ടക്കറി. സവാള ഇപ്പം ഞാനിങ്ങനെ വഴറ്റിയിട്ട് ഇപ്പോൾ തക്കാളി ഇടുകയാണ്. ഇന്ന് മെയിൻ വീഡിയോയുടെ ഇതല്ല, നമ്മുടെ 7th മന്തിലെ സ്കാനിങ് ഡേ ഉണ്ട്. 12:45 അപ്പോയിൻമെന്റ് ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. പക്ഷെ കാലാവസ്ഥ കൊള്ളു കേട്ടോ, ഇന്നത്തെ കാലാവസ്ഥ മഴയൊക്കെ പെയ്യുക. ഇവളുടെ വ്ളോഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവള് പറഞ്ഞാൽ തന്നെ വീണ്ടും വീണ്ടും പറയണല്ലേ അല്ലേ? നിങ്ങൾ ആ കമൻറ്റ് ചേച്ചി ഒരു തവണ കാര്യം പറഞ്ഞാൽ വീണ്ടും പറയണ്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ഇന്നത്തെ പ്ലാൻസ് എന്താ? ഇന്ന് നമ്മൾ സ്കാനിങ്ങിന് പോകുന്നു. സ്കാനിങ്ങിന് പോയി അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് 12:45 അപ്പോയിൻമെൻറ്റ്. അത് കഴിഞ്ഞ് അവിടെ സ്കാനിങ് കഴിഞ്ഞിട്ട് ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ ഇവിടെ മറ്റേ സാധനം ഇപ്പോൾ പൂത്തിരിക്കുന്നുണ്ട്, ലൈക്ക് ചെറിയ ബ്ലോസംസ്. അപ്പോൾ അത് പൂത്തത് കാണാൻ പോകാമെന്നൊരു പ്ലാൻ ഉണ്ട്. പിന്നെ ഇന്ത്യൻ സ്റ്റോറിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ജസ്റ്റ് പുറത്ത് പോവുക, ഔട്ടിങ്. ചെറിയ ബ്ലോസം കാണാൻ പറ്റുകയാണെങ്കിൽ, ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ പോവും, അല്ലെങ്കിൽ നേരെ തിരിച്ചു വരും. കാരണം വെച്ചാൽ മഴക്കാറൊക്കെ ആണെങ്കിൽ, മഴയൊക്കെ ആണെങ്കിൽ പോയി കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ലെറ്റ്സ് സീ. ഇങ്ങനെ വഴറ്റി സവാള വഴറ്റുന്നു, പിന്നെ തക്കാളി ഇട്ടു, ഉപ്പ് ഇട്ടു, അപ്പോൾ ഒറ്റ സാധനങ്ങളാണ് ഇട്ടത്. ഇപ്പോൾ മുട്ട തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യമായി മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെന്താ കാശ്മീരി ഇടാം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു കുറച്ച്. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് സാധാ ഇട്ടു. ഇനി മല്ലിപ്പൊടി ഇടാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി ഇട്ടു. അത്രയുള്ളൂ. എല്ലാം നനച്ച് കയറിയിട്ട് അതാണ് എൻ്റെ മുട്ടക്കറി. ഇത് സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. പറയാൻ ആകെ 4 സാധനം അവൾ അറേഞ്ച് ചെയ്ത് വെക്കുള്ളൂ, വേറെ ഒരു സാധനം അവൾ അറേഞ്ച് ചെയ്ത് വെക്കില്ല. അതല്ലേ കറക്റ്റ്. വേറെ ഒന്നും അത് മാത്രം അവിടെ ഇരിക്കണ്ടാവില്ലേ? ബാക്കിയൊക്കെ എവിടെയെങ്കിലും ഇരിക്കണ്ടാവും. കുറച്ച് ഉപ്പിട്ടോ? ഉപ്പിട്ടായിരുന്നു. ലാസ്റ്റ് നോക്കണം ഒന്നും കൂടി ഉപ്പ്. പിന്നെ നമുക്ക് ഗരം മസാല ഇത്തിരി ഇടണം. എൻ്റെ തട്ടിക്കൂട്ട് മുട്ടക്കറിയാണ്. ഉള്ള എല്ലാ തട്ടിക്കൂട്ടും ഞാൻ തിന്നും. പിന്നെ കാരച്ചുള്ള എല്ലാം തട്ടിക്കൂട്ടാണ്, വേറെ ഓപ്ഷൻ കളയാൻ പറ്റുമോ? പിന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണല്ലേ. ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിൽ തിന്നോളൂ. അല്ല കേട്ടോ, നല്ല കേട്ടോ. എല്ലാം മുട്ട ഒരുമിച്ച് കൊടുക്കുന്നു. മുട്ട എന്താ വേവാൻ വേണ്ടി ഇങ്ങനെ ഉരുട്ടി വിടാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലൊക്കെ. ഷാൻജിയോ എല്ലാ ഭാഗം വേവാൻ വേണ്ടിയിട്ടായി. അല്ല, മുട്ടയുടെ ഉണ്ണി കറക്റ്റ് സെൻറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ശകലം വെള്ളം ഒഴിക്കുകയാണേ. എടാ ഉപ്പുണ്ട് നോക്കിയടാ. ഇത് ഉപ്പ് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചൂടാക്കാം. ഹേ ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:52, 12 മണി ആവാറായിട്ടുണ്ട്. നമുക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളത് 12:45 ആ ഒരു സമയത്താണ്. അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റും 7th മന്ത് സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോകാൻ. ഇപ്പോൾ തൽക്കാലം വെയിലൊക്കെ ഉണ്ട്, അങ്ങനെ വെയിലിന് കുഴപ്പമില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പോവുമായിരിക്കും. വെയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യും. കാരണം വെയിൽ ഉള്ളപ്പോൾ പോയിട്ടേ കാര്യമുള്ളൂ, എന്നാലാണ് നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ റെഡി ആവുകയാണ്, വേഗം സമയം കളയാണ്ട്.
ട്രൈപോഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങാനും ഫോട്ടോ എടുക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ. മഴക്കാറുണ്ടല്ലേ? ചില സ്ഥലത്ത് വെയില് എന്ന് വെച്ചാൽ നമുക്ക് ആകാശം മനസ്സിലാവും. വെയിലും ഉണ്ട്, ചെറിയൊരു മഴക്കാറുണ്ട്. കുറച്ച് ലേറ്റായി. അപ്പോയിൻമെന്റ് 12:45 ഞാൻ സമയം എടുത്തു. നീ വരാണ്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ചു സമയമായില്ല. അങ്ങനെ നമ്മളിപ്പോൾ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ലേറ്റായി. ഇത് വെയിൽ പോണു വരുന്നു. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. സമയം വൈകി. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. നമുക്ക് ബെല്ലടിച്ച് കയറാം. ബേബിനെ കാണാൻ റെഡിയാണോ? ആണോ? അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് നമുക്കിന്ന് ബേബീനെ കാണിച്ചൊക്കെ തന്നു. ഫേസൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ കണ്ടു അല്ലേ? 2 മാസം കണ്ടതിൻ്റെ കുറച്ച് അല്ലേ? ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടറിൻ്റെ ഒറ്റ ഇടി കൊടുത്തിട്ടുണ്ട്. ചെറിയ ബ്ലോസം ചെറുതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിനെത്രയാ? പിന്നെ ആപ്പിൾ, മാംഗോ, മരങ്കോ 2 വാങ്ങണോ? ഇത് 2 വാങ്ങിക്കാം. ഞങ്ങൾ ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ടാണ് ഗൈസ് ടിക്കറ്റ് എടുത്തത്. മറന്നുപോയി. അങ്ങനെ ഗൈസ് നമ്മളിതിപ്പോൾ ഓസ്ഡോക്കസ് സ്ട്രാസയിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു മഴ പെയ്യാനുള്ള മൂടുണ്ട് കേട്ടോ. തുള്ളി ചാടുന്നു കേട്ടോ. തുള്ളി ചാടുന്നു മഴ പെയ്യുന്നുണ്ട് കാണണ്ടോ? അയ്യോ ഗൈസ്, മഴ പെയ്യുന്നുണ്ട് ഗൈസ്. ഇവിടെ ചെറി ബ്ലോസം പോയിട്ട് വേറെ ഒന്നും കാണാനില്ല ഗൈസ്. ഇവിടെ ഒന്നും കാണാനില്ല. ഇവനെ എന്നെ എവിടേക്കോ കൊണ്ടുപോവാ. ഈ ഒരു വീട് കൊള്ളാല്ലേ? ഈ ഒരു അല്ലേ, പല കളറിലുള്ള ഒരു ഇതടിച്ചിട്ട് ഓരോരോ വീടായിരിക്കും അല്ലേ? രസമുണ്ട്. ചാറ്റൽ മഴ ആയിരിക്കും. കുറച്ച് ദൂരം മാറി വരിക. ഒന്നില്ലെങ്കിൽ ക്ലൗഡി, അല്ലെങ്കിൽ കുറച്ചും കൂടി വെളിച്ചം വരും. അല്ലാണ്ട് ഭയങ്കര വെയിലൊന്നുമില്ല. ചെറി ബ്ലോസം കണ്ടു. അങ്ങനെ ചെറി ബ്ലോസം ഞാൻ കണ്ടു. നല്ല ഭംഗിയുണ്ട് ഗൈസ്, കൊള്ളാം. ഈ മരത്തിന്റെ താഴെ ഇരിക്കും. ഗൈസ്, ഇപ്പൊ ഞാനിപ്പോ ഒരു ചെറി ബ്ലോസത്തിന്റെ മരത്തിന്റെ താഴെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പത്തേക്ക് കുറേ ഉണ്ട് കേട്ടോ. കുറേ മരങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾ കാണിച്ചു തരാം. അത് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ വരാം. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. കുറച്ചും കൂടി വെളിച്ചം വേണമായിരുന്നല്ലേ? കറക്റ്റായിട്ട് എത്തിയതാണേ. നമ്മളിങ്ങനെ ക്യാമറ വെച്ചിട്ട് നമുക്കിവിടെ നിൽക്കാം. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ടോപ്പിലായിട്ട് എന്തോ ഇതുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് പോവാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. എനിക്ക് വയ്യ, നടക്കാൻ വയ്യ. എനിക്ക് നടക്കാൻ വയ്യ.
വെയിലായിട്ടോ. വെയിലായി ഗൈസ്, ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ വെയിലായി. എല്ലാ മരത്തിൻ്റെ ചോട്ടിൽ കൂടെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോവാണ്. ഫുഡ് കഴിക്കാം. ചൈനീസ് പീപ്പിൾസ് കുറേ അല്ലേ. ഈ ഒരു ചെറി ബ്ലോസം ആകെ കുറച്ച് നാളത്തേക്കായിട്ട് ഉണ്ടാവുള്ളൂ. അത് മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയി കണ്ടത്. അത് കഴിഞ്ഞ് എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും 5 മണി ആവാറായിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അടുത്തുള്ള മെക്ഡി കയറി എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടുന്ന് ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ ബാക്കി ഇന്ത്യൻ സ്റ്റോറിലും കുറച്ച് നമ്മുടെ ഇന്ത്യൻ ഗ്രോസറീസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിൻ കയറിയിട്ട് നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 4 മിനിറ്റ് എടുത്ത് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. ആ ഒരു ട്രെയിനിൽ കയറി നമ്മൾ നേരെ പോയത് ടെമ്പിൾ ഓഫിലുള്ള ഗോ ഏഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കൊഴുവ കിട്ടുന്നു നമ്മൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടു. അങ്ങനെ കൊഴുവ ഫിഷ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കൊഴുവ ഫിഷൊക്കെ കിട്ടും ഇവിടെ കുറച്ച് പാടാണല്ലോ. അപ്പോൾ കൊഴുവ നല്ല അടിപൊളി കൊഴുവ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല, പോയി അങ്ങോട്ട് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ നല്ല ചൂടായിട്ടുള്ള ഒരു കോഫി വാങ്ങിച്ചു. ചെറിയൊരു തണുപ്പ് പോലെ ഫീൽ ചെയ്യണ്ടായിരുന്നു. കാരണം നമ്മൾ ജാക്കറ്റ് അധികം കട്ടിയില്ലാത്ത ഇട്ടുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റാവാൻ വേണ്ടി ഒരു ചെറിയ ചൂട് കോഫിയൊക്കെ കുടിച്ച് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലും കൂടി കയറിയിട്ടാണ് കേട്ടോ നേരെ തിരിച്ച് വീട്ടിൽ പോകുന്നത്. വീട്ടിലെത്താറാകുമ്പോഴത്തേക്കും ആകെ ടയേർഡായി. കാരണം ഇത്രയും ദൂരം നമ്മൾ നടന്ന് അങ്ങനെ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് നമ്മുടെ നെറ്റോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്രോസറീസും കൂടി വാങ്ങിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇന്ന് പുറത്ത് പോയിട്ട് മെയിനായിട്ട് വാങ്ങിച്ചത് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.